രാഹുൽ ഗാന്ധി പ്രസിദ്ധീകരിക്കാത്ത ഒരു പുസ്തകം പാർലമെന്റിലേക്ക് കൊണ്ടുവന്നു. പക്ഷെ പകരം നിഷികാന്ത് ദുബെ ചില പുസ്തകങ്ങൾ പാർലമെന്റിന്റെ മുമ്പിൽ വെച്ചപ്പോൾ കോൺഗ്രസിന്റെ മിണ്ടാട്ടം ഇല്ലാതായി പോയില്ല സർ. അത് പ്രിയൻ, ഒരു കാര്യമുണ്ട്, നമ്മുടെ മലയാളത്തിൽ ചൊല്ലില്ലേ, ആകാശത്ത് കൂടി പറന്നു പോയ അടി ഏഴി വെച്ച് കയറി ചെന്ന് മേടിച്ചു. രാഹുൽ ഗാന്ധിക്ക് സംഭവിച്ചത് അതാണ്. ഈ പുസ്തകം ഒരു യാഥാർത്ഥ്യമാണോ, ഇങ്ങനൊരു പുസ്തകം അയാൾ എഴുതിയിട്ടുണ്ടോ, ജനറൽ നർവാനെ എഴുതിയിട്ടുണ്ടോ എന്ന് ആർക്കും അറിയില്ല. പെൻഗ്വിൻ എന്ന് പറയുന്ന പബ്ലിഷിംഗ് കമ്പനി വലിയ പരസ്യം കൊടുത്തു, ഞങ്ങളിങ്ങനെ ഇയാളുടെ പുസ്തകമായിട്ട് വരികയാണ്, ദ 4 Stars of Destiny എന്ന് പറഞ്ഞിട്ട്. ജനറലിൻ്റെ ഓർമ്മക്കുറിപ്പുകളായിട്ടായിരിക്കാം ആ പേര് അങ്ങനെ ഇട്ടിരിക്കുന്നത്. ജനറലിന് എടുക്കുന്ന 4 സ്റ്റാർ ആണെന്ന് പറഞ്ഞാൽ ചീഫ് ഓഫ് ആർമി സ്റ്റാഫിൻ്റെ ഡെസിഗ്നേഷനാണ്. അപ്പോൾ ഇയാളത് കൊണ്ടുവന്ന് പാർലമെൻറ്റിൽ വായിച്ച നടപടി തന്നെ തെറ്റാണ്. പ്രസിദ്ധീകരിക്കപ്പെടാത്ത ഒരു പുസ്തകം ഒരിക്കലും പാർലമെൻറ്റിൽ കൊണ്ടുവന്ന് വായിക്കാൻ പാടില്ല, അതൊന്ന്. 2, അഥവാ ഒരു പുസ്തകം പാർലമെൻറ്റിൽ വായിക്കണം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പരാമർശം നടത്തണം എന്നുണ്ടെങ്കിൽ സ്പീക്കർക്ക് മുൻകൂർ അനുമതി, സ്പീക്കറിൽ നിന്നും മുൻകൂർ അനുമതി മേടിച്ചിരിക്കണം. ഇയാൾ അതും ചെയ്തിട്ടില്ല. ഇയാൾ മറ്റേ ബജറ്റ് അവതരണം കഴിഞ്ഞ് പുറത്ത് പോകുമ്പോൾ പത്രക്കാരോട് ഇയാൾ പറഞ്ഞു, നാളെ നിങ്ങളെ വെയിറ്റ് ചെയ്യും, നാളെ ഞാനൊരു വലിയ പ്രശ്നം ഉണ്ടാക്കും, നിങ്ങൾ വന്നോളൂ എന്ന് പറഞ്ഞു. അതിൻ്റെ പുറത്താണ് ഇയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അപ്പം ഈ പുസ്തകം എഴുതാൻ സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഇത് എഴുതി എന്നുള്ളതിൻ്റെ ഒറ്റ വരി അത് സുനിൽ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഒരു ഇൻ്റർവ്യൂവിൽ. നർവാനിക്ക് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് പദവി കിട്ടിയില്ല. അതിന് പകരം അനിൽ ചൗഹാനെയാണ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആക്കിയത്. അത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് റിട്ടയർ ചെയ്ത ഒരു ലഫ്റ്റനൻറ്റ് ജനറലിന് തിരിച്ച് 4 സ്റ്റാർ പദവി കൊടുത്തിട്ട് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആക്കി. ഇപ്പോൾ നർവാനി ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തെ കണ്ട സല്യൂട്ട് ചെയ്യണം. അദ്ദേഹമാണ് സർവ്വസൈനാധിപനോ അല്ലെങ്കിൽ മറ്റേ സർവ്വസേനാ മേധാവി. സർവ്വസൈനാധിപൻ എത്രയാണെങ്കിൽ പ്രസിഡൻ്റാണ്. അപ്പോൾ അയാൾക്ക് ഉള്ളിൽ നല്ല വൈരാഗ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമേ ഒരു കാര്യം എല്ലാവരോടും പറയരുത്, ഇയാൾ തലവേദന ഉണ്ടാക്കും മോദി ഗവൺമെൻറ്റിന്. കാരണം ഇയാൾ ഈ ഇന്ത്യൻ സൈന്യത്തിലെ ഉദ്യോഗസ്ഥന്മാരാരും ബന്ധപ്പെടാത്ത ഒരു പത്രമുണ്ട് മദ്രാസിൽ, ചൈനയുടെ സമ്പത്ത് കൊണ്ട് നടക്കുന്ന ഒരു പത്രം. ആ പത്രത്തിന് ചെന്നൈയിലുള്ളവർ വിളിക്കുന്ന പീപ്പിൾസ് ഡെയിലി ഓഫ് ചെന്നൈ എന്നാണ്. ഞാൻ പത്രത്തിൻ്റെ പേര് പറയണില്ല. അതിൻ്റെ ഉടമസ്ഥൻ ഒരു കാർഡ് ഹോൾഡിംഗ് CPIM മെമ്പറാണ്. അവർക്ക് വേണ്ടി ഇയാൾ ലേഖനം എഴുതി കൊടുത്തുകൊണ്ടിരുന്നു. വേറെ കരസേനയെന്നോ നാവികസേനയെന്നോ വ്യോമസേനയെന്നോ പിരിഞ്ഞ ആരും അങ്ങനെ ലേഖനം എഴുതിയിട്ടില്ല. പിന്നെ ഒരാളുള്ളത് ഒരു അഡ്മിറൽ രാമദാസ് എന്ന് പറഞ്ഞ ഒരു കുരങ്ങനുണ്ടായിരുന്നു, അയാളും ഇതുപോലെ എഴുതി കൊടുക്കേണ്ടായിരുന്നു. രാമദാസ് എഴുതാൻ കാരണമുണ്ട്. രാമദാസിന് ചീഫ് ഓഫ് ഡിഫൻസ് നേവൽ സ്റ്റാഫ് ആവാൻ യോഗ്യതയേ ഉണ്ടായിരുന്നില്ല. അയാൾ അഡ്മിറൽ കഠാരിയുടെ മോളെ കണ്ണൊക്കെ കാണിച്ച് മയക്കി അതിനെ കല്യാണം കഴിച്ച് ആ കെയർ ഓഫിലാണ് അയാൾ ചീഫ് ഓഫ് സ്റ്റാഫ് ആയത്. കോൺഗ്രസ് ഭരിക്കും, അപ്പോൾ അവർ ഇയാളെ റെക്കമെൻഡ് ചെയ്യണ ആരെയും ആക്കിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു അപജയം ഇന്ത്യൻ നാവികസേനയ്ക്ക് പണ്ടുണ്ടായിരുന്നു, ഈ രാംദാസ് എന്ന് പറഞ്ഞ വ്യക്തിയെ കുറിച്ച്, അഡ്മിറൽ രാംദാസ് എന്നുള്ളത്. അതിനുശേഷം ഈ നർവാനിയാണ്. അപ്പം നർവാനിക്ക് നരേന്ദ്രമോദിയോടും പിന്നെ എന്താ പറയുക ആഭ്യന്തര മന്ത്രിയോടും രക്ഷാമന്ത്രിയോടും ഒക്കെയുള്ള ദേഷ്യം തീർത്തതാണ് അയാളിങ്ങനെ എഴുതിയത്. ആ പുസ്തകത്തിൽ തന്നെ അവർ പറഞ്ഞ വിവരമാണെങ്കിൽ, ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധി സഭയിൽ പറഞ്ഞ കണക്കനുസരിച്ചിട്ടാണെങ്കിൽ ഇവരാരും ഒരു കുറ്റം ചെയ്തിട്ടില്ല. കരസേനയ്ക്ക് ഫുൾ അതോറിറ്റി കൊടുത്തു എന്നുള്ളതാണ്. ഇവർ ഇയാളെ ചോദിക്കേണ്ട ആവശ്യം കൂടി ഉണ്ടായിരുന്നില്ല. ഹി കുഡ് ഹാവ് ജസ്റ്റ് ഗോൺ ആൻഡ് ഡിമോളിഷ്ഡ് ദ ചൈനീസ് മൂവ്. അതിൽ ചോദിച്ചില്ല, സമയം മെനക്കെടുത്തിയത് ആരാണ്, അതിനെയാണ് ഇയാൾ പെരുപ്പിച്ച് കാണിക്കുന്നത്, വേറെ ഇഷ്യൂ ഒന്നും ഇല്ലാത്ത കാരണം. അത് പോട്ടെ, ഇയാൾ ചെയ്തത് തെറ്റാണ്, നർവാനെ ചെയ്തത്. അതിലും വലിയ തെറ്റാണ് ഈ രാഹുൽ ഗാന്ധി ചെയ്തത്. അയാൾ ഏതൊരു ഓൺലൈൻ പബ്ലിക്കേഷനിൽ വന്ന ബുക്ക് റിവ്യൂ കൊണ്ടുവന്നു. ഈ ഓൺലൈൻ പബ്ലിക്കേഷൻ അത് മനുഷ്യർ വായിക്കണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ വയനാട്ടുകാരൊരു ഇവാഞ്ചലിസ്റ്റ് ഉണ്ട്, ജോസ് എന്ന് പറഞ്ഞാൽ, അയാളാണ് അതിൻ്റെ പത്രാധിപർ. അയാൾ കടുത്ത ഹിന്ദു വിരുദ്ധനും കടുത്ത മോദി വിരുദ്ധനും കടുത്ത BJP വിരുദ്ധനുമാണ്. അയാളിങ്ങനെ ലോകം മുഴുവൻ നടന്ന് ഇന്ത്യക്കെതിരെ വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊക്കെ അത്രയൊക്കെയുള്ള ക്രെഡിബിലിറ്റിയേ ഉള്ളൂ, വിശ്വസനീയതയേ ഉള്ളൂ. അത് അയാൾ കണക്കാക്കാണ്ട് ഇയാളത് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു. പാർലമെൻറ്റിൽ സംഗതി
എന്താ പറയണേ, ഇത് പറ്റില്ല എന്ന് പറഞ്ഞു. ആഭ്യന്തരമന്ത്രി പറഞ്ഞു, പാർലമെൻ്ററി കാര്യമന്ത്രി പറഞ്ഞു, രാജ്യരക്ഷാമന്ത്രിയും വരെ പറഞ്ഞു. ഇതിലൊക്കെ ഉത്തരം മുട്ടിക്കഴിഞ്ഞപ്പോൾ അവർ സഭാ നടപടികൾ സ്തംഭിപ്പിച്ചു, കടലാസൊക്കെ കീറി ബഹളം ഉണ്ടാക്കി. ഇവിടെ നിന്നൊക്കെ പോയ രാഹുൽ ഗാന്ധിക്ക് സ്ഥിരം പക്കവാദ്യം നൽകുന്ന 2 പേരുണ്ട്. ഒരു ഖുറേഷ് എന്താ ഡീൻ കുര്യാക്കോസ്, പിന്നെ മറ്റേ ഹൈബി ഈഡൻ, പിന്നെ ഷാഫി പറമ്പ്. ഇവരൊക്കെ കൂടി അവരുടെ സപ്പോർട്ടോടുകൂടി ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ അങ്ങ്, ഈ രാഹുൽ ഗാന്ധിയുടെ ബോഡി ലാംഗ്വേജ് കണ്ടിട്ടുണ്ടോ? അയാളുടെ മുഖത്ത് എപ്പോഴും കാണുന്നത് ഒരു സർപ്പദൃഷ്ടിയാണ്. ഞാൻ ഇന്ന് രാവിലെ വിഖ്യാതനായ ഒരു വേദിക് പണ്ഡിതനായിട്ട് സംസാരിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, ഈ സർപ്പദൃഷ്ടി ഉള്ള ആൾക്കാരെ നമ്മളെങ്ങനെയാണ് കണക്കാക്കേണ്ടതെന്ന് ചോദിച്ചു. അത് എടുത്തൊഴിക്കാൻ ചോദിച്ചു, നീ പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ കാര്യമാണോ? ഞാൻ പറഞ്ഞു അതെ. സർപ്പദൃഷ്ടി ഉള്ളവൻ്റെ മനസ്സിൽ നന്മ എന്ന് പറയുന്നതിൻ്റെ ഒരു കണിക പോലും കാണില്ല. അയാൾക്ക് ജനങ്ങളോടും എല്ലാവരോടും വെറുപ്പാണ്. എതിരാളികളെയൊക്കെ അയാൾ ഇല്ലായ്മ ചെയ്യാനേ അയാൾ നോക്കുകയുള്ളൂ. ഇയാൾക്ക് ഈ സർപ്പദൃഷ്ടിയുണ്ട് ഈ രാഹുൽ ഗാന്ധിക്ക്. പിന്നെ അയാൾ വർത്തമാനം പറയുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇങ്ങനെ കൈ ഇങ്ങനെ തിരുമ്മി പിടിച്ചുകൊണ്ടൊക്കെ. ഞാൻ മഹാഭാരത യുദ്ധത്തിൽ ശകുനിയുണ്ട്, ഇങ്ങനെ ചുരുട്ടി പിടിച്ചുകൊണ്ട് കാണിക്കണേ. അയാൾക്കോട്ട് ഒരു സാമ്യമുണ്ട്. ഇയാളുടെ പൈതൃകം ഒന്നാമതേ ചോദ്യത്തിലാണ്. അത് പോട്ടെ, അത് നമ്മുടെ ഈ വിഷയത്തിൽ വരുന്നില്ല. അയാൾ ചെയ്തത് വളരെ തെറ്റാണ്. അപ്പം അത് കഴിഞ്ഞ് വേറൊരു സംഭവം ഉണ്ടായി. രവനീത് സിംഗ് ബിട്ട എന്ന് പറയുന്ന റെയിൽവേ കാര്യ സഹമന്ത്രിനെ ഇയാൾ ഒരു വഞ്ചകൻ എന്ന് വിളിച്ചു, ട്രൈറ്റർ എന്ന് വിളിച്ചു, രാഷ്ട്രദ്രോഹി എന്ന ട്രൈറ്റർ എന്ന് പറഞ്ഞ അർത്ഥം. അദ്ദേഹം മാന്യമായിട്ട് പറഞ്ഞു, ഞാൻ ട്രൈറ്ററാണ്, പക്ഷെ നിങ്ങൾ രാഷ്ട്രത്തിൻ്റെ ശത്രുവാണ്, എനിമി ഓഫ് ദ നേഷൻ എന്ന് പറഞ്ഞ് അദ്ദേഹം കയറിപ്പോയി. പക്ഷേ ഈ BJP-ക്കാർ അത് വളരെ ഗൗരവത്തോടുകൂടി എടുത്തു. കാരണം സിഖ് മതവംശജനാണ് രവനീത് സിംഗ് ബിട്ട. അദ്ദേഹം സാധാരണക്കാരനല്ല. അദ്ദേഹം മുൻ പഞ്ചാബ് മുഖ്യമന്ത്രി ബിയാന്ത് സിംഗിൻ്റെ ചെറുമകനാണ്. ഈ ബിയാന്ത് സിംഗ് 1995 സിഖ് തീവ്രവാദികളുടെ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ട വ്യക്തിയാണ്, പഞ്ചാബ് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത്. അത് ഒരു വലിയ രക്തസാക്ഷിത്വമാണ്. അതിൻ്റെയും പ്രധാന ഉത്തരവാദി ഈ കോൺഗ്രസും നെഹ്റു കുടുംബവും ഇന്ദിരാഗാന്ധി കുടുംബമൊക്കെയാണ് ആ മരണത്തിന് ഉത്തരവാദിയായി. നമ്മളതിൻ്റെ മൂലകാരണങ്ങൾ അന്വേഷിച്ച് പോയാൽ ഇപ്പം എന്ത് പറ്റി? സിഖ് മതക്കാർ മുഴുവനും ഇയാൾക്കെതിരെ തിരിഞ്ഞിരിക്കുക, രാഹുൽ ഗാന്ധിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് ഇന്നലെ പാർലമെൻറ്റിൽ വന്നപ്പോഴാണ് നിഷികാന്ത് ദുബെ പറഞ്ഞത്. ഈ പുസ്തകം ആണല്ലോ അയാൾ ചർച്ച ചെയ്തത്. ഓക്കെ, നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷെ അതിനൊപ്പം തന്നെ ഈ 8 പുസ്തകങ്ങൾ, എം ഒ മത്തായി രചിച്ച പുസ്തകം, പിന്നെ ധീരേന്ദ്ര ബ്രഹ്മചാരിയും ഇന്ദിരാഗാന്ധിയും തമ്മിലുള്ള അവിഹിത വീഴ്ചയെക്കുറിച്ചിട്ടുള്ള പുസ്തകം, അങ്ങനെ ഒരു 8 പുസ്തകങ്ങൾ, അതായത് ബോഫോഴ്സ് ഗേറ്റ് എന്ന് പറഞ്ഞ പുസ്തകം, ഇതൊന്നും അവർ ചർച്ച ചെയ്യില്ല. ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട പുസ്തകമാണ് പലതും. എം ഒ മത്തായിയുടെ പുസ്തകം വരുന്നത് 1978-ലോ 79-ലോ ആയിരുന്നു. മൈ ഡേയ്സ് വിത്ത് നെഹ്റു ആൻഡ് റെമിനിസൻസസ് ഓഫ് ദ നെഹ്റു എറ എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് ഇന്ദിരാഗാന്ധിയുടെ വ്യക്തിപരമായ പല കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇന്ദിരാഗാന്ധി കാലക്രമേണ ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് നമ്മൾ ഡൽഹിയിൽ കേട്ട ഈ പിന്നാമ്പുറത്തുനിന്ന് കേൾക്കുന്ന വാർത്തകളൊക്കെ ശരിവെക്കുന്ന രീതിയിലാണ് എം ഒ മത്തായിയുടെ അലിഗേഷൻസ്. ഇവരത്ര നല്ല സ്വഭാവക്കാരിയൊന്നും ആയിരുന്നില്ല. ഇവർ ധീരേന്ദ്ര ബ്രഹ്മചാര്യൻ എന്തിനാ കൂടെ കൊണ്ടു നടന്നത്? ഇവർ മതേതരത്വം പറയുന്നുണ്ട്, എല്ലാം പറയുന്നുണ്ട്. അപ്പം പിന്നെ പറഞ്ഞു യോഗ പഠിപ്പിക്കാൻ ഇഷ്ടം പോലെ വനിതാ യോഗാധ്യാപകന്മാരില്ലേ, ഇവരെന്തിനാണ് ഇയാളുടെ അടുത്ത് തന്നെ യോഗ പഠിക്കണേ? അപ്പോൾ ഇതൊക്കെയാണ് പ്രധാന കാരണങ്ങൾ. ഈ പുസ്തകങ്ങൾ ഡിസ്കസ് ചെയ്യണമെന്ന് ദുബെ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ദുബെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. അദ്ദേഹം പറഞ്ഞത് വളരെ ലോജിക്കായിട്ടുള്ള കാര്യമാണ്. ഇതുവരെ ഒരു കാലത്തും കോൺഗ്രസ്സുകാർ ഡിസ്കസ് ചെയ്യാൻ താല്പര്യപ്പെടാത്ത ഒരു വിഷയങ്ങളാണിത്. അത് മാത്രമല്ല, കഴിഞ്ഞ തവണ, അതിന് മുമ്പത്തെ തവണയായിട്ട് പ്രധാനമന്ത്രി ഒരു അവിശ്വാസം രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനോടുള്ള നന്ദി പ്രമേയ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ അത്യാവശ്യം വിദേശകാര്യത്തിൽ താല്പര്യമുള്ളവർ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ബ്രൂസ് റൈഡൽ എഴുതിയ ദ ക്രൈസിസ് ഡേയ്സ് ഓഫ് JFK, ജോൺ എഫ് കെന്നഡിയുടെ
ക്രൈസിസ് ഡേയ്സിനെ കുറിച്ച് ബ്രൂസ് റൈഡൽ എഴുതിയൊരു പുസ്തകം. റൈഡൽ പറയുന്ന CBIയുടെ മുൻ ഡയറക്ടറാണ്, ചീഫല്ല, CBI ഡയറക്ടർ. അദ്ദേഹം ബ്രൂക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്ട്രാറ്റജിക് സ്റ്റഡീസിൻ്റെ ഹെഡായിരുന്നു. ഇപ്പോഴും അദ്ദേഹത്തിന് തോന്നുന്നു അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകത്തിനകത്ത് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് വളരെ മോശമായിട്ട് പരാമർശിച്ചു. ജവഹർലാൽ നെഹ്റു സ്ത്രീകളെ കണ്ടാൽ സകലതും മറക്കുന്ന വ്യക്തിയാണ്. അത് മാത്രമല്ല, ജോൺ എഫ് കെന്നഡിയുടെ ഭാര്യയെയും ജോൺ എഫ് കെന്നഡിയുടെ പെങ്ങളെയും വരെ ഇയാൾ വരുതിയിലാക്കാൻ ശ്രമിച്ചു എന്ന്. അന്ന് ആ മനുഷ്യൻ്റെ മാനസിക നില ഒന്ന് ആലോചിച്ച് നോക്കണം. ഇത് ഈ കുടുംബത്തിൻ്റെ കുഴപ്പമാണ്, അവരുടെ ജനറ്റിക് പ്രോബ്ലമാണ്. ആ കുടുംബത്തിൻ്റെ എന്തോ പ്രശ്നമുണ്ട്. ജവഹർലാൽ നെഹ്റു മരിച്ച എങ്ങനെയാണെന്നറിയില്ലേ? എന്താ മരണകാരണം എന്നറിയില്ലേ? അയാൾക്ക് സിഫിലിസ് പിടിച്ചാൽ മരിച്ച. എഡ്വിന മൗണ്ട് ബാറ്റണിൽ നിന്നും കിട്ടിയ സിഫിലിസാണ് അയാളെ മരണകാരണത്തിലേക്ക് കൊണ്ടുവിട്ടത്. ഇപ്പോൾ അതുപോലെ അടുത്ത കാലത്ത് മരിച്ച കരുണാനിധി സിഫിലിസ് പിടിച്ചല്ലേ മരിച്ച, ഒരു കണ്ണ് കാണാണ്ടായി അയാൾക്ക്. ഇതൊന്നും ചികിത്സയ്ക്ക് പോയില്ല. ചികിത്സയ്ക്ക് പോകാൻ നാട്ടുകാരറിയും എന്ന് വിചാരിച്ചിട്ട്. നെഹ്റുവിനത് വേണമെങ്കിൽ അമേരിക്കയിൽ എവിടെയെങ്കിലും പോയി അമേരിക്കയിൽ പോയപ്പോഴാണ് അവരറിഞ്ഞത് ഇയാൾക്ക് സിഫിലിസ് ആണെന്നുള്ള വിവരം. ഇത് കൂടുതൽ വിവരം വേണമെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ അടുത്ത് ചോദിച്ചാൽ മതി, അദ്ദേഹം പറഞ്ഞു തരും എങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ വിവരം കിട്ടിയെന്നുള്ളത്. അതല്ലല്ലോ നമ്മുടെ വിഷയം. നിഷികാന്ത് ദുബെയെ നമുക്ക് ഈ കാര്യത്തിൽ കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ വേറൊന്ന്, 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം സഭാ നടപടികൾ ഒരു കാലത്തും സ്മൂത്തായിട്ട് നടത്താൻ സമ്മതിച്ചിട്ടില്ല. ഓരോ ഇഷ്യൂവിനും അവർ തടസ്സം കൊണ്ട് ബഹളം ഉണ്ടാക്കുക, സഭയുടെ മേശപ്പുറത്ത് കയറി നൃത്തം കളിക്കുക. കേരളത്തിൽ നിന്നുള്ള ആരാണ്ടൊക്കെ കഴിഞ്ഞ ദിവസം ലോക്സഭയുടെ മേശപ്പുറത്ത് കയറി നൃത്തം കളിക്കണ്ടായിരുന്നു. അവർക്കൊന്നും ചെയ്യാനില്ല. പ്രിയൻ ഓർമ്മയുണ്ടോ, ഏതെങ്കിലും കേരള MP-മാർ കേരളത്തെ സംബന്ധിച്ചിട്ടുള്ള ചോദ്യം ചോദിച്ചതായിട്ട് ഓർക്കുന്നുണ്ടോ? ചോദിക്കില്ല. അവർ ഈ ബജറ്റിലൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു. ബജറ്റ് പേപ്പർ പഠിച്ചു തീർക്കാൻ സമയമെടുക്കും പ്രിയൻ. എക്കണോമിക് സർവേ, അതുപോലെ ബജറ്റ് പ്രസൻറ്റേഷൻ, ഇതൊക്കെ 10-65 പേജുള്ളതാണ് ബജറ്റ് പ്രസൻറ്റേഷൻ തന്നെ. അതൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ സമയം റിപ്പോർട്ടുകൾ അതിലും വലുതായിരിക്കുമല്ലോ. ഷാഫി പറമ്പിലൊക്കെ അത് വായിച്ചാൽ മനസ്സിലാവൂ. ആരോടെങ്കിലും സഹായമൊക്കെ അന്വേഷിച്ചിട്ട് ചോദിച്ചിട്ട് എന്താ ഇതിലെ പ്രശ്നം എന്ന് മനസ്സിലാക്കണം. അതൊന്നുമില്ലാതെ ഇങ്ങനെ ബഹളം ഉണ്ടാക്കി സഭാ നടപടികൾ തടസ്സപ്പെടുത്തുക എന്നുള്ളതാണ്. ഇന്ന് രാവിലെ വ്യാഴാഴ്ച ഇന്ന് രാവിലെ പാർലമെൻറ്റ് ലോക്സഭ കൂടി ആ സമയം തൊട്ട് അവർ സഭാ നടപടികൾ സ്തംഭിപ്പിച്ചിരിക്കുകയാണ്. എനിക്കറിയില്ല 2 മണിക്ക് ശേഷം എന്താ ഉണ്ടായെന്ന് എനിക്കറിയില്ല. ഇവർ സെലക്ട് ചെയ്ത ഇവരുടെ ഏറ്റവും വലിയ നേതാവായിരുന്നു പ്രണബ് മുഖർജി. അദ്ദേഹം ഓരോ തവണ സഭയെ അഭിസംബോധന ചെയ്യുമ്പോഴും, അതുപോലെ സ്വാതന്ത്ര്യദിന സന്ദേശത്തിലും റിപ്പബ്ലിക് ദിന സന്ദേശത്തിലും അദ്ദേഹം പ്രത്യേകം പറയുന്നത് സഭാ നടപടികളിൽ നിങ്ങൾ പങ്കെടുക്കുക, ഡിബേറ്റ്, ഡിസ്കസ്, ഡിസെൻറ്റ്, ബട്ട് നെവർ ഡിസ്റപ്റ്റ്, ഒരിക്കലും തടസ്സപ്പെടുത്തരുതെന്നാണ് പറയുന്നത്. ഇത് ഡിസ്റപ്ഷൻ മാത്രമാണ് ഇവരുടെ അജണ്ട. സഭാ നടപടികൾ ഡിസ്റപ്റ്റ് ചെയ്യുക, തടസ്സപ്പെടുത്തുക, സഭ നടക്കാതിരിക്കുക, ലോക്സഭയും രാജ്യസഭയും നടക്കാതാക്കുക എന്നുള്ളതാണ് അവരുടെ ഒരേ ഒരു പോയിന്റ്. ഇതാണ് ഇതിൽ നിന്നും എനിക്ക് മനസ്സിലാവുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഇന്ത്യ ലൈവിന് നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ ആയിട്ടാണ് ലഭിക്കേണ്ടത്. ഇന്ത്യ ലൈവിൻ്റെ ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക. ചാനലിനകത്തേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാനാവും. അവിടെ ഇന്ത്യ ലൈവിൻ്റെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. ഒപ്പം ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷനും യഥാസമയത്ത് ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ വീഡിയോകൾ ലൈക്ക് ചെയ്യുക. അതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഷെയർ ചെയ്യുക. മറ്റുള്ളവരോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക.